ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത് ഒരു ഹെയർ സീറമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് സ്ട്രീക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡിൻ്റെ ഹെയർ സീറമാണ്. ഇത് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ അവൈലബിൾ ആണ്. ഇത് 45 ml ആണ്. ഇതിൻ്റെ പ്രൈസ് 45 ml-ന് 99 റുപ്പീസാണ്. ഈ ഹെയർ സീറം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക്, അതുപോലെ കേളി ഹെയർ ഉള്ളവർക്ക് ബെസ്റ്റാണ്. മുടി നന്നായി ഒതുങ്ങിയിരിക്കാൻ നല്ലതാണ്. ഇത് മുടിക്ക് നല്ലൊരു തിളക്കവും തരും. കണ്ടിന്യൂസ്ലി നമ്മളൊരു ഹെയർ സീറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിന് ചെറിയൊരു മാറ്റം വരും. റഫായിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ എവരിഡേ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് മാത്രം എടുക്കുക. ഈ ഹെയർ സീറം യൂസ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺലൈറ്റിനെയും പുറത്തുള്ള പൊല്യൂഷൻ, ഡേർട്ട് അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പാക്കേജിങ് ഒരു പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്. ക്യാപ്പ് നല്ല ടൈറ്റാണ്, അതുകൊണ്ട് ഇത് തുറന്നൊന്നും പോകില്ല. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഇതിങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്ന ഒരു പാക്കേജിംഗ് ആണ്. ഇതൊരു 2 പമ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. ഇതിനൊരു ഓയിൽ കൺസിസ്റ്റൻസി ആണുള്ളത്. ഹെയർ സീറം നമ്മൾ യൂസ് ചെയ്യുന്നത് കുളി കഴിഞ്ഞ് നനഞ്ഞിരിക്കുന്ന ഹെയറിലാണ്. നന്നായി ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത ഹെയറിലാണെങ്കിൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടും. ഹെയർ സീറം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, മുടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അതുപോലെ ഇത് ഓയിൽ യൂസ് ചെയ്യുന്നത് പോലെ തേക്കേണ്ട ആവശ്യമില്ല. മുടിയുടെ അറ്റത്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ലൊരു പെർഫ്യൂമിൻ്റെ പോലത്തെ സ്മെല്ലാണ്. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർക്കും കേളി ഹെയർ ഉള്ളവർക്കും ഇത് നല്ലൊരു ഹെയർ സീറമാണ്. അഫോർഡബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഹെയർ സീറത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.